ആരാണ് ഈ ലിസ്സും ലാൻഡനും? എന്തിനാണ് ഈ പെമ്പിളാര് ഇരുന്ന് കരയുന്നത്? ഇന്റർനെറ്റ് തുറന്ന ഇത് മാത്രമേ ഉള്ളൂ. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ലിസ്സിനെ ഇങ്ങനെ ചതിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്നൊക്കെയാണ് ഇപ്പൊ പെൺകുട്ടികളൊക്കെ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ലായിരുന്നു ഇതൊക്കെ ആരാണെന്ന്. പിന്നെ ഇതെന്താ സംഭവം എന്ന് നോക്കിയപ്പോഴാണ് കുറച്ച് കാര്യമുണ്ട്. ഒരു ഇന്റർനെറ്റ് ഡ്രാമയാണ് നടക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ആരാണ് ഈ ലിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിസാഡ് ലിസ് എന്നാണ് യൂസർ നെയിം. ഇൻസ്റ്റാഗ്രാമിൽ 4.4 മില്യണും യൂട്യൂബിലും കുറെ മില്യൺസ് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ എസ്തെറ്റിക് സെൽഫ് ഹെൽപ്പ് ഉണ്ടാവുമല്ലോ, അതായത് ഈ ഗേൾ ബോസ് വുമൺ എംപവർമെന്റിനെ കുറിച്ച് സംസാരിച്ച് ഈ ഗേൾസിന് മോട്ടിവേഷൻ കൊടുക്കലാണ് പുള്ളിക്കാരിയുടെ മെയിൻ പണി. പെൺകുട്ടികൾ അവരുടെ വെർത്ത് മനസ്സിലാക്കണം, ഈ ആൺകുട്ടികളുടെ പിന്നാലെ പോയിട്ട് സമയം കളയരുത്, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, നിങ്ങൾ ആരുടെയും ചതിയിൽ പോയി വീഴരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യലാണ് ബേസിക്കലി വീഡിയോസിലെല്ലാം. ഇവിടെയാണ് ഇതിന്റെ ഒരു ഐറണി കിടക്കുന്നത്. അത് ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ലിസിന്റെ ഒരു പാർട്ട്ണർ ഉണ്ട്, ലാൻഡൻ എന്നാണ് പേര്. പുള്ളി ഒരു യൂട്യൂബറൊക്കെയാണ്. 4 കൊല്ലമായിട്ട് ഇവര് റിലേഷൻഷിപ്പിലും ആണ്. ഈ ലിസ് ഇപ്പൊ പ്രഗ്നന്റും ആണ്, 4 മാസം പ്രഗ്നന്റ് ആണ്. ഇവരുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലീഗലി മാരീഡ് ഒന്നുമല്ല. 100K വർത്ത് ഒരു റിംഗ് ഒക്കെ കൊണ്ടാണ് ഈ ലാൻഡൻ പ്രപ്പോസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. വേറെയും കുറെ കോമഡി ഉണ്ട്. ലാൻഡൻ ഒരു ബുക്ക് മുഴുവൻ എന്തുകൊണ്ട് ലിസിനെ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഓരോ ബുക്കിൽ ഇങ്ങനെ എഴുതി ഫോട്ടോസ് ഒക്കെ വെച്ച് അതൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മുഴുവൻ ഇവർ പോസ്റ്റ് ചെയ്തു. ഇവർ രണ്ടുപേരും കൂടി ലൈവ് പോവുക, രണ്ടുപേരും വീഡിയോ ചെയ്യുക, അങ്ങനെ ഫുൾ പരിപാടികളാണ് മൊത്തം. അവസാനം ഇപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡൻ വേറൊരു പെൺകുട്ടിയായിട്ട് ചീറ്റ് ചെയ്തു എന്ന് ലിസ് കണ്ടുപിടിച്ചു. ലാൻഡന് വേറൊരു സ്നാപ്ചാറ്റ് അക്കൗണ്ട് ഉണ്ട്. അതിൽ കൂടെ വേറെ പെൺകുട്ടികളുടെ അടുത്തൊക്കെ മെസ്സേജ് അയച്ച് അവരുടെ അടുത്ത് മീറ്റപ്പിനൊക്കെ അവർ അറേഞ്ച് ചെയ്യുന്നതാണ് ലാൻഡന്റെ പണി. എന്നിട്ട് ലിസ് അനൗൺസ് ചെയ്തു ഞങ്ങൾ ഇനി ബ്രേക്കപ്പിലേക്ക് പോവാണെന്നൊക്കെ പറഞ്ഞ് അതിൽ അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോ ആ ഐറണി മനസ്സിലായോ? അതായത് പെൺകുട്ടികളൊന്നും ചതിക്കപ്പെടരുത്, എല്ലാവരുടെയും വെർത്ത് അവർ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളിനെ തന്നെ ഇപ്പൊ ചതിച്ചു. ചെക്കന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നാളെ ആൻഡ്രൂ ടേറ്റ് വന്നിട്ട് ഞാൻ ഇനി മുതൽ ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇത്ര കാലം അതിനെതിരെ ഇതിങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവസാനം അതന്നെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഇവിടെയും സംഭവിച്ചത്. അതുകൊണ്ടാണ് ഈ ലിസിന്റെ ഫോളോവേഴ്സിനൊക്കെ ഇത്ര ദേഷ്യം ഈ ചെക്കനോട്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ വീഡിയോസും ഈ കരച്ചിലും വീഴ്ചയിലൊക്കെ ഇങ്ങനെ ഇന്റർനെറ്റിൽ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത്, നമ്മൾ ഇതൊക്കെ കാണുന്നത്. ഇത്ര ഉള്ളൂ കാര്യം, ഇതിൽ കൂടുതലൊന്നുമില്ല.